ഹായ് ഹലോ നമസ്കാരം. ആര്യാണ്. ഇന്ന് ഞങ്ങളുടെ കിടങ്ങൂർ അമ്പലത്തിൽ ആറാം ഉത്സവത്തിൻ്റെ വീഡിയോ ആണേ. അന്ന് അവിടെ കാവടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ചക്കിയും അമ്മയും എല്ലാവരും കൂടി രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ചക്കിക്ക് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ ചക്കി കാവടിയെല്ലാം കണ്ടിട്ട് നേരെ ഡ്യൂട്ടിക്ക് പോയി. ഞാനും അമ്മയും യാദൂട്ടനും ഒക്കെ ആ കാവടിക്കൊപ്പം തന്നെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. യാദൂട്ടന് ഓരോന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യം, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ഭയങ്കര ഇഷ്ടം തോന്നും. നമ്മളും ഇങ്ങനെ നോക്കി നിൽക്കും. നല്ല രസമായിരുന്നു കേട്ടോ. ഈ കാവടി ആടുന്ന ചേട്ടന്മാരെ ഓർക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ സങ്കടം തോന്നും. ഇന്നാണെങ്കിൽ ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെ സമ്മതിക്കട്ടെ, ഈ കാവടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തുള്ളുന്നത് എന്തായാലും കണ്ട് നിൽക്കുന്നവർക്ക് സുഖമാണെങ്കിലും എടുക്കുന്നവർക്ക് അത്ര സുഖം കാണത്തില്ലായിരിക്കും. അത് മാത്രമല്ല കേട്ടോ, നമുക്കിവിടെ ഇങ്ങനെ രൂപങ്ങളൊക്കെ കെട്ടുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്ത് മുരുകനുണ്ടായിരുന്നു, ഹനുമാൻ സ്വാമി ഉണ്ടായിരുന്നു, അയ്യപ്പനുണ്ടായിരുന്നു. ഇത് കാണുന്ന പിള്ളേരൊക്കെ അന്തം വിട്ട് നിൽക്കുമായിരുന്നു. പിള്ളേർ മാത്രമല്ല, വലിയതായ നമ്മളും ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല കരകാട്ടം ഉണ്ടായിരുന്നു. എനിക്ക് എന്തൊക്കെ ഇതിങ്ങനെ ഉണ്ടായിരുന്നു പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് വേറെ കുറച്ച് വർത്തമാനങ്ങൾ പറയാം കേട്ടോ. പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ ഉത്സവത്തിൻ്റെ 6-ാം ദിവസം വരുമ്പോഴത്തേനും നമുക്ക് അവധിയായിരിക്കുമെന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് കേട്ടോ. ഒന്നെങ്കിൽ ശനി അല്ലെങ്കിൽ ഞായർ വരണേ എന്നുള്ള പ്രാർത്ഥന കേട്ടോ. കാരണം നമുക്കിത് കാണാൻ പറ്റത്തില്ല. നമുക്ക് കിടങ്ങൂരാരെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ കട്ടച്ചിറ കാവടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു വികാരമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടോ, ഭയങ്കര ആളല്ലേ അവിടെ, ഭയങ്കര ആൾ. കാരണം ഞായറാഴ്ചയാണ്. ഒത്തിരി ആൾക്കാരായിരുന്നു. നമുക്ക് എങ്ങനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മളിങ്ങനെ എന്നാ പറയുന്നത്, ഇങ്ങനെ നുഴുന്നൊക്കെ കയറേണ്ടിക്ക് വന്നു കേട്ടോ. ഞങ്ങൾ ഒരു സ്ഥലത്ത് നീങ്ങിയെത്തുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ചെന്നതെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ കാവടിയും കഴിഞ്ഞു. ഇനിയിപ്പം ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പോൾ 4 ദിവസം കൂടെ നമ്മുടെ ഉത്സവം തീരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷെ എന്തായാലും ഈ പ്രാവശ്യത്തെ കാവടി ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട്, കുറേയധികം കാവടികളും ഭജൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി. കാരണം എന്താ, ഞാനിത് കാവടി കണ്ടിട്ട് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി തൊഴുതിറങ്ങി വന്നപ്പോൾ നമ്മുടെ രഞ്ജിത്തിയേട്ടനും അപ്പും വേണിപ്പെണ്ണും ഒക്കെ ഉണ്ടായിരുന്നു. ബൈ ഈ അപ്പു എൻ്റെ ബാല്യകാല സുഹൃത്താണ് കേട്ടോ. അപ്പോൾ ഇവനെ അന്ന് കണ്ടപ്പോഴും ഇന്ന് കണ്ടപ്പോഴും ഒരേ രീതിക്കുള്ള ഒരു മനുഷ്യൻ കേട്ടോ. ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മുടെ കുഞ്ഞുണ്ണിയുടെ ഓട്ടംതുള്ളലുണ്ട്. അതും കൂടെ കണ്ടിട്ട് വീട്ടിലേക്ക് പോട്ടെ. കുംഭീന്ദ്രൻ പോലെ വക്രം കുടവയറുമിയെന്നോരു ചാരുസ്വരൂപം മുൻപിൽ ശ്രീ പാർവതിക്കും ശിവനുമിക പിറന്നോരു ഓമലുണ്ണി ഗണേശ വൻപിച്ചുള്ളൊരു വിഘ്നം വിരവിനോടഖിലം തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ തമ്പുരാനെ തവ പദകമലം സന്തതം കൈതൊഴുന്നേൻ വൻപേറും